Okay, shall we start our classes? Sound ഇല്ല. ആൻസർ പറയൂ. ഓക്കെ ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ പഠിച്ചു നിർത്തിയത് പറയാമോ? പീഡിയാട്രിക്സ് വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? പീഡിയാട്രിക്സിന്റെ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ തരാനുള്ളത് തന്നോ? യെസ് മാം. യെസ്, ദാറ്റ് മീൻസ് എന്താണ് പീഡിയാട്രിക്സ് നമുക്ക് എഴുതാനുണ്ടായിരുന്ന, അതുപോലെ എന്താ നിയോനറ്റോളജിയിൽ എഴുതാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇൻട്രോടെറിൻ ഗ്രോത്ത് ഡിഗ്രാഡേഷൻ, അതെന്താണെന്ന് എഴുതിയോ? എഴുതിയിട്ടുണ്ടോ? Yes ma'am. Okay, then we are going to the next department. Okay, yes. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാ? Psychiatry. ഓക്കെ, സൈക്യാട്രി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ മെന്റൽ ഫങ്ഷനിങ് എന്താ പറയുക ഡിസോർഡർ ആകുമ്പോൾ വരുന്ന ചില പ്രോബ്ലംസ് ആണ്. നമ്മൾ മെന്റലി നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നോർമൽ കേസസിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ഓരോ കാര്യങ്ങൾക്ക് ഹൗ വി ആർ റിയാക്ടിങ് ടു ഓൾ ഈച്ച് ആൻഡ് എവറി ആക്ഷൻസ്, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു, ഇതൊക്കെ നമ്മളുടെ മെന്റൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ് കൊണ്ടാണ് അല്ലെ? നമ്മുടെ വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് എന്താ പറയാ നമ്മളൊരു നോർമൽ സ്റ്റേജിൽ ആകുന്ന രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുക അല്ലെ, പ്രവർത്തിക്കുന്നത്. when it goes disorder, അതായത് ചില സമയങ്ങളിൽ ചില ആളുകളിലേക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ, ഇത്തരം ആക്ഷൻസിൽ ഒരു അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത്തരം ആളുകള് എന്താ പറയാ നോർമലി ദേ ആർ നോട്ട് ഫിറ്റ്. അതുകൊണ്ട് അബ്നോർമൽ കണ്ടീഷൻസിൽ അത്തരം ആളുകൾക്ക് ഇത്തരം എന്താ പറയാ ചില ചികിത്സകൾ, ട്രീറ്റ്മെന്റുകൾ അത്യാവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇമോഷണൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്. അത് നമ്മുടെ ഇമോഷൻസിൽ ചിലപ്പോ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകാം. ഇപ്പൊ സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്ഷൻസ് ആണ് അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇതൊക്കെ നമ്മളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും. ദേഷ്യം, ആംഗ്രി വരും, ഹാപ്പിനെസ് വരും, ഇതൊക്കെ നമ്മൾ പ്രകടമാക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു പ്രത്യേക ഒരു ആവറേജ് സ്റ്റേജ് ഉണ്ട്. അതിന് ബിയോണ്ട്, അതിന് അപ്പുറം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതെന്താ പറയുക, അത് ഒരു എന്താ പറയാ അബ്നോർമൽ സിറ്റുവേഷനിലേക്ക് പോകും. അതിന് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കും. ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പെരുമാറ്റത്തില്, സാധാരണ ഉണ്ടാകുന്ന പെരുമാറ്റത്തിലും വ്യതിചലിച്ച് പെരുമാറ്റത്തിലും പ്രത്യേകതകൾ എപ്പോഴും ഉണ്ടാകുന്ന പെരുമാറ്റം അല്ല, നമ്മൾ സാധാരണ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനും നമ്മളുടെ എന്താ പറയാ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതിന് അപ്പുറമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ വിജ്ഞാനപരമായിട്ട്, നമ്മൾ ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് ചില ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും. യു ഹാവ് ടു ഡു ദിസ് ഇൻ ദ സിറ്റുവേഷൻ, ഇന്ന സിറ്റുവേഷനിൽ നീ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രെയിനാണ് നമുക്ക് എന്ത് ചെയ്യുക, സിഗ്നൽസ് തരാം, നമുക്ക് കാര്യങ്ങൾ ആക്ട് ചെയ്യാനുള്ള. അതായത് ആ ആക്ഷൻ, ഇപ്പൊ നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുന്നു, നമ്മൾ അവിടെ നിന്ന് ബസ്സോ അല്ലെങ്കിൽ വണ്ടിയോ ഏതെങ്കിലും വെഹിക്കിള് നമ്മുടെ ഓപ്പോസിറ്റിലൂടെ വരികയാണെങ്കിൽ വി ഹാവ് ടു മൂവ് ടു എ സൈഡ്, അല്ലെങ്കിൽ നമ്മളൊരു സൈഡിലേക്ക് മാറണം എന്നുള്ളത് നമുക്കറിയാം. അത് ബ്രെയിൻ ഇൻഫർമേഷൻ കൊടുക്കും നമ്മുടെ ലെഗ്സിലേക്ക്.
അപ്പൊ നമ്മളത് അവിടെ മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ ഓരോ ആക്ഷൻസിനും അതിന് നമ്മൾ വ്യതിചലിച്ച് ഇതല്ലാതെ അങ്ങനെ മാറുന്നില്ല, അപ്പൊ നമുക്ക് അത് മാറണം എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കാലിലേക്ക് പാസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് ഗുഡ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ബുദ്ധിപരമായിട്ട് അപ്പൊ ബുദ്ധി എന്താ, അതിന്റെ ബസ് വന്ന് ബസ്സിന്റെ വഴിക്ക് മാറിക്കോട്ടെ എന്ന് ചിന്തിക്കുകയല്ല, നമ്മൾ മാറിക്കൊടുത്താലാണ് അവിടെ എന്താ പറയാ അവർക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നമുക്ക് അവരുടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുക, മറ്റാളുകൾക്ക് ആക്സിഡൻസോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ വരുത്താതെ. അപ്പൊ ഓരോ ആക്ഷൻസിനും നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടാണ് നമ്മൾ. അപ്പൊ ചിന്തിക്കുന്നതൊന്നും അവിടെ സമയമൊന്നും പാഴാകുന്നില്ല. അറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലൊക്കെ ഈ കാര്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസുകൾ ഇത്തരം കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ശരിയായ രീതിയിലോ അതിനെ റിയാക്ട് ചെയ്യാതെ വരുന്ന സിറ്റുവേഷൻസിലുള്ള ആളുകൾ, അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എന്നൊക്കെ വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, അതുപോലെ ട്രീറ്റ് ചെയ്യും. ആൻഡ് ടു പ്രിവെന്റ്, വരാതിരിക്കാൻ, ഇനിയും അത് വരരുത്, വീണ്ടും അവരെ ആ ഒരു എന്താ പറയാ അസുഖം അവരെ ബാധിക്കരുത് എന്നുള്ള പ്രിവെൻഷൻ മെഷേഴ്സും കൂടി എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ സൈക്യാട്രി എന്ന് വിളിക്കുക. ഹിയർ ദേ ഹാവ് ടു മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ്. എല്ലാവർക്കും ഒരുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല ഇത്തരം പ്രശ്നങ്ങൾ വരിക. എല്ലാവരും ഓരോ പേഷ്യൻസ് ഡിഫറെന്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ. അല്ലെങ്കിൽ സൈക്യാട്രി ട്രീറ്റ്മെന്റിൽ വരുന്ന പേഷ്യൻസ് എല്ലാവർക്കും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു, പനി, അത് ചിലപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അങ്ങനെ വരാം. അപ്പൊ അവരൊരു എന്താ പറയാ നമുക്കൊരു എല്ലാവർക്കും ഒരേപോലെ കോമൺ ആയിട്ട് വന്ന കാര്യമാണെന്ന് പറയാം. പക്ഷെ സൈക്യാട്രിയിൽ ഇതൊരു കോമൺ ആയിട്ട് വരുന്ന റീസൺ കൊണ്ടുണ്ടാകുന്ന അസുഖമല്ല, പല പല കാരണങ്ങൾ കൊണ്ടാകും. അപ്പൊ അവരുടെ അസുഖങ്ങൾ എന്താണ്, എന്ത് കാരണം കൊണ്ടാണ്, ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അപ്പൊ അത് മനസ്സിലാക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, അതിന് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി മാത്രമല്ല ഈ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. സം അതർ കൈൻഡ് ഓഫ് സർവീസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. മറ്റു തരത്തിലുള്ള സേവനങ്ങൾ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ എക്സ്ട്രാ സേവനങ്ങൾ ആണ് സൈക്യാട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ മേക്ക് സം സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ടു ദ പേഷ്യൻസ്. അതായത് ഇത്തരം പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, എന്നിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനുശേഷമോ അവർക്ക് അവരുടെ മെന്റൽ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൗൺസിലിംഗ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അവരിൽ നിന്ന് അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻസ് അവരെ മൈൻഡ് എന്താ പറയാ ഈ ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കുന്നു. അപ്പൊ അവർ കൗൺസിലിംഗ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ ഒരു എക്സ്ട്രാ സർവീസ് ആണ്. മരുന്ന് കൊണ്ട് മാത്രമല്ല, പല അസുഖങ്ങൾക്കും നമുക്ക് മരുന്നുകൾ കൊണ്ട് മാത്രം പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കും. എന്നാൽ സൈക്യാട്രി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റില് വരുന്ന പേഷ്യൻസിന്റെ അസുഖങ്ങള് ഓൺലി മെഡിസിൻസ് മാത്രം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല, ഹീൽ ചെയ്യാൻ പറ്റില്ല. സോ സം കൗൺസിലിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താ, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. അതായത് ഇത്തരം മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ രോഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇൻവെസ്റ്റിഗേഷൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഡിപ്പാർട്ട്മെന്റിൽ. കാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം വാട്ട് ഈസ് ദ കോസ് ഓഫ് ദയർ ഡിസീസ്, എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുണ്ടായ കാരണം. ആ റൂട്ടിലേക്ക് പോകണം, ആ കാരണത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തണം. അവിടെ നിന്നാണ് ചികിത്സകൾ ആരംഭിക്കേണ്ടത്. ചിലർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേടികൾ തട്ടിയിട്ടാകാം, ചിലര് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയത്, മോസ്റ്റ് കോമൺലി അഡിക്ഷൻ ആണ് കേട്ടോ, പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആയതുകൊണ്ടാകാം അങ്ങനെ വരുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ഫാമിലി സിറ്റുവേഷൻസ്, ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ആളുകളെ ഇങ്ങനെയൊക്കെ മെന്റലി അവരുടെ ആ ഒരു ഹെൽത്ത് നഷ്ടപ്പെടുന്നത്, മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സൈക്യാട്രി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ കൊടുക്കുന്നത്, കണ്ടക്ടിങ് IQ ടെസ്റ്റ്. IQ മീൻസ് ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇന്റലിജൻസ് കോഷ്യന്റ് IQ ടെസ്റ്റുകൾ നടത്താൻ നമ്മുടെ കോമൺ സെൻസ് ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നു. അതായത് കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പ്രവൃത്തി, അത് ഒരു കാര്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് പറയാൻ നമ്മൾ പറയാറുണ്ട്. കുട്ടികളോടൊക്കെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇൻവോൾവ് നമുക്കൊരു IQ ലെവൽ ഉണ്ട്. ആ IQ ലെവലിൽ നമ്മൾ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും അതിന് വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒത്തിരി ഏതെങ്കിലും ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നും നമുക്ക് അതിനില്ല.
അല്ലെ? കോമൺലി ഒരു സമൂഹത്തിലോ ഒരു വീട്ടിലും മറ്റേ സ്കൂളിലൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനും പെരുമാറുന്നതിനും ഓരോ കാര്യങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് കോമൺ ആയിട്ട് ഒരു വേ ഉണ്ട് അല്ലെ? അതിൽ നിന്ന് അപ്പൊ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അത്തരം IQ ടെസ്റ്റുകൾ ഇത്തരം പേഷ്യൻസിന് കുറവായിരിക്കും. അപ്പൊ അത് മരുന്നൊക്കെ കൊടുത്ത് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതൊക്കെ മാറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് they conduct some IQ ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. ബുദ്ധിപരമായിട്ട് അവർ എങ്ങനെയാണ് കോമൺ സെൻസ് ഉപയോഗിച്ച് ഇന്ന കാര്യത്തിന് പ്രതികരിക്കുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് IQ ടെസ്റ്റ്. അതിന് ഫുൾ ഫോം എടുക്കേണ്ട ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ എന്നാണ്. ദെൻ ഡി അഡിക്ഷൻ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. എന്താ ഡി അഡിക്ഷൻ? അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആകുക. ചില കുട്ടികളിൽ ഇപ്പൊ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് മൊബൈൽ അഡിക്ഷൻ അല്ലെ? കളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ വിരലുകൾ ഇങ്ങനെ ഒത്തിരി അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരുടെ കണ്ണും മുഖവും ഒക്കെ എങ്ങനെയാണ് ആ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നത്. ഇത് കുറെ ആയി കഴിയുമ്പോൾ അവർ അതിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അത്തരം വീഡിയോസ് മാത്രമേ അവരുടെ ബ്രെയിനിൽ കിടന്ന് എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അവര് പിന്നെ മറ്റൊന്ന് ഒരു കാര്യത്തിലും അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ബുക്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ആളുകൾ പറയുന്നതിൽ കോൺസെൻട്രേഷൻ. ഇപ്പൊ നമ്മളായാലും വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡിക്റ്റ് ഇങ്ങനെ കുറെ സമയം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ കിടന്ന് ചീത്ത പറയും. അവർക്ക് അതൊന്നും ബാധകമല്ലാത്തുള്ള മട്ടില്ല. അവരുടെ മുഖത്ത് ആ കളിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ആ കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്ന കാര്യത്തിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ഒത്തിരി കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരു ഡിഗ്രി ലെവൽ വരെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരുടെ മൈൻഡിലേക്ക് കുറെ കാര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര കണ്ട് പറഞ്ഞാലും അവരിലേക്ക് ആ കാര്യങ്ങളുടെ മുഴുവൻ എന്താ പറയാ അർത്ഥങ്ങളും സ്വീകരിച്ചിട്ടാണോ അവർ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നതെന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം അധികം പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ നമ്മുടെ എനർജി നമ്മൾ കളയുന്നു എന്ന് മാത്രമാണ്. കാരണം അവർക്ക് അതിലൊന്നും കോൺസെൻട്രേഷൻ ഇല്ല. അവർക്ക് മറ്റു എന്തൊക്കെയോ കാര്യങ്ങളിലാണ്. കുറെ വീഡിയോസ് കാണുക, കുറെ റീല് കാണുക, കുറെ കളിക്കുക. ഇങ്ങനെ മൊബൈൽ എന്തെങ്കിലും ഫിസിക്കൽ കളികളാണ് എങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. കാരണം അതൊക്കെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിനും കൂടി കുറച്ച് നല്ലതാണ്. പക്ഷെ അത്തരം ഗെയിംസിലല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡൊക്കെ ഭയങ്കര മാറി കിടക്കണം. അപ്പൊ ഇത്തരം ആളുകൾക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ശ്രദ്ധിച്ചാൽ അറിയാം, ബുക്കിൽ കോൺസെൻട്രേഷൻ ഇല്ല. പുസ്തകങ്ങളിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റൻസ് വായിച്ചിട്ട് പിന്നെ അവർ എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്റ്റർബ് ആയിരിക്കും. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അതുപോലെ ഏതൊരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ അത് ബിക്കംസ് അഡിക്ഷൻ. അത് എന്തായി മാറും? അഡിക്ഷനായി മാറും. കുറെ പേരൊക്കെ ആൽക്കഹോളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട് അല്ലെ? ഓരോ ശീലങ്ങൾ നമ്മൾ തന്നെ സ്വന്തമാക്കി ഉണ്ടാക്കിയെടുക്കുന്ന കുറെ ശീലങ്ങൾ, അതിൽ പിന്നെ അത് ശീലം ഹാബിച്വലായി മാറുന്നു, പിന്നീട് അത് അഡിക്ഷനായി മാറുന്നു. എന്ത് കാര്യം? ചില ആളുകൾ ഒത്തിരി ചായ കുടിക്കുക അല്ലെ, എപ്പോഴെപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചായ കുടിക്കുക, അതും ഒരു അഡിക്ഷനാണ് അല്ലെ? അതിന് അഡിക്റ്റഡ് ആകുക. എല്ലാവർക്കും ഉണ്ട് അങ്ങനെയൊക്കെ ഓരോരോ അഡിക്ഷൻസ്. എന്തിനെങ്കിലുമൊക്കെ ഉണ്ടാകും. കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഇല്ലാതിരിക്കുന്ന കുറെ വീട്ടമ്മമാർക്കായിരിക്കും ഇത്തരം അഡിക്റ്റഡ് ആകാൻ പറ്റില്ല. കാരണം they have no time for that. അത്ര സമയം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ആളുകളെ അത്തരം അഡിക്ഷനിൽ നിന്ന് മാറ്റുന്ന സേവനമാണ് ഡി അഡിക്ഷൻ സർവീസസ് എന്ന് പറയുന്നത്. അവരെ അത്തരം കാര്യങ്ങളിൽ നിന്ന്, ആ കോൺസെൻട്രേഷനിൽ നിന്ന് അവരെ പിൻവലിപ്പിച്ച് മറ്റെന്തെങ്കിലേക്ക് എന്താ പറയാ ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ്ഡ് ആക്കുക. അത്തരം സർവീസസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആൽക്കഹോളിലൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും ഒക്കെ ഇടുക. അവർക്ക് എന്തെങ്കിലും കുഞ്ഞു ഹാൻഡ് മെയ്ഡ് എന്താ പറയാ ഹാൻഡ് വർക്കുകളൊക്കെ അല്ലെ, ഹാൻഡിക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ അസുഖമൊക്കെ ഒന്ന് ചെറുതായി ഭേദമായി വരുമ്പോൾ അത്തരം സെന്റേഴ്സിലേക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ അത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. അപ്പൊ അവരിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ പതുക്കെ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത രീതിയിലാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ ഡി അഡിക്ഷൻ സർവീസസ് എന്ന് വിളിക്കുക. അപ്പൊ ദീസ് ആർ ദ സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ സൈക്യാട്രി. അപ്പൊ ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഡിപ്പാർട്ട്മെന്റ്? നമ്മുടെ ഇമോഷണൽ, ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി ഇമോഷണൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ബിഹേവിയർ നമുക്കുണ്ട്. പക്ഷെ ഇതിലൊക്കെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? അത് അഡിക്ഷനായി മാറുന്നു. അത്തരം അഡിക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യന്മാരുടെ മെന്റൽ ഹെൽത്തിനെ നന്നായി ബാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലമാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ?
ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പൾമനോളജി, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓർ ഡിസീസസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു അവർ ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ശ്വാസോച്ഛ്വാസ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ ശ്വസന പ്രക്രിയയും അതുപോലെ തന്നെ ലങ്സ്, അതിനുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനാണ് ലങ്സ് എന്ന് പറയുന്നത്. ആ ഒരു പ്രക്രിയയും ലങ്സും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി എന്ന് പറയുന്നത്. ഇതിനെ റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ ഇതിന്റെ പേരുണ്ട്. ഓക്കെ, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. മറക്കണ്ട, അതർ നെയിംസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും, കുറെ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ അങ്ങനെ 2 പേരുകളോ 3 പേരുകളോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാഷ്വാലിറ്റിക്ക് ഉണ്ട്, CCU ഇന്റൻസീവ് കെയർ യൂണിറ്റിന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറിപ്പോയിരുന്നല്ല, അത് പഠിച്ചു വെക്കണം. അതർ നെയിംസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അതർ നെയിംസ് ആയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അത് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എല്ലാം ഓരോ സെന്റൻസ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് തരിക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിനു വേണ്ടി തന്നെ എനിക്ക് തോന്നുന്നത് വേറെ 3 months കോഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് നോട്ട് വെരി പോസിബിൾ. ഓക്കെ, സോ പറയുമ്പോൾ അങ്ങനെ എടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ഇത് എന്തൊക്കെ കോമൺ ഡിസീസസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലർജി, പലതരത്തിലുള്ള അലർജീസ് ഉണ്ടാവാറുണ്ട് ആളുകൾക്ക്. ബ്രോങ്കൈറ്റിസ് അല്ലെ, ചുമയൊക്കെ നിൽക്കാതിരിക്കുന്ന, പിന്നെ ലങ്സ് ക്യാൻസർ, ഇതൊക്കെയാണ് മെയിൻ കോമൺ ആയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അലർജി, ബ്രോങ്കൈറ്റിസ് ആൻഡ് ലങ്സ് ക്യാൻസർ. Then pulmonologists, that means who are specialized in this chest medicine or respiratory medicine are called pulmonologists. അവരെ വിളിക്കുന്ന പേരാണല്ലോ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് പൾമനോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇവര് സ്പെഷ്യലി ഈ ഒരു കാര്യത്തിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും അല്ലെങ്കിൽ ലങ്സുമായിട്ടുള്ള ഡിസീസസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ആളുകളാണ്. അവരെയാണ് നമ്മൾ പൾമനോളജിസ്റ്റ് എന്ന് വിളിക്കുക. ഇവർ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പർട്ടിക്കുലർലി ഇവര് ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കുറെ അസുഖങ്ങളുണ്ട്. ന്യൂമോണിയ, ആസ്തമ, ട്യൂബർക്കുലോസിസ്, TB എന്നൊക്കെ വിളിക്കുന്നത്. ഇന്ന് അത്ര വലിയ കോമൺ ആയിട്ടുള്ള അസുഖമല്ല TB എന്ന് പറയുന്നത്, ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇതൊരു ഭയങ്കര വലിയ അസുഖം തന്നെയായിരുന്നു, വിച്ച് കനോട്ട് ബി ക്യൂർഡ്. ഒത്തിരി ആളുകൾക്ക് TB ഒക്കെ വന്നിട്ട് എന്താ പറയാ, ചികിത്സകളൊന്നും അന്ന് മര്യാദയ്ക്കൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ ഇതിനൊക്കെതിരെ ഒരുപാട് നമ്മളുടെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറെ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട്, ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് കുറെയൊക്കെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തരുന്നതുകൊണ്ട്. പണ്ടൊക്കെ അതൊന്നും ഇല്ല. അപ്പൊ പിന്നെ മാത്രമല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ഇപ്പൊ ഈ മഴക്കാലമൊക്കെയാണ് ഒത്തിരി ആളുകൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. മോസ്റ്റ് കോമൺലി ഇതിന്റെയൊക്കെ റീസൺ റൂട്ട് കാരണങ്ങൾ മനുഷ്യൻ തന്നെയാണ്. ബിക്കോസ് നമ്മൾ തന്നെ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ അതിന്റെ ഉപയോഗം എത്ര കുറയ്ക്കാൻ പറഞ്ഞാലും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ കാര്യങ്ങൾ അപ്പം നടക്കണം. ഇനി വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക്സ് ഒക്കെ കത്തിക്കരുത്. അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ കളക്ട് ചെയ്യാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ അവിടെയൊക്കെ എല്ലായിടത്തും വരുന്നുണ്ടെന്നാണ് നമുക്കറിയാം. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് അങ്ങനെ തന്നെ കൊടുത്തുവിടാം. അത് റീസൈക്കിളിന് യൂസ് ചെയ്യാമല്ലോ. കാരണം നമ്മൾ നമ്മളുടെ ആരോഗ്യവുമായിട്ട് പരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുണ്ടാകുന്ന ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, നമ്മുടെ ട്യൂബർക്കുലോസിസ്, ന്യൂമോണിയ, ആസ്തുമ, ഓൾ ദീസ് ഡിസീസസ് ആർ ട്രീറ്റഡ് അണ്ടർ പൾമനോളജി. അപ്പൊ പൾമനോളജിയിലാണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യാം. ഓർത്തിരിക്കാം, ഇത് നമ്മുടെ ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസീസസിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്നും റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ ഇതിന് മറ്റു പേരുകളുണ്ടെന്നും, ഇത് മോസ്റ്റ് കോമൺലി ഇത് ഡിസീസസ് ലൈക്ക് ബ്രോങ്കൈറ്റിസ്, അലർജീസ് ആൻഡ് ലങ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നതെന്നും, പിന്നെ കൂടുതലും നമ്മളുടെ കോമൺ ആയിട്ട് നമ്മുടെ ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ന്യൂമോണിയ, അലർജി, ട്യൂബർക്കുലോസിസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഐ തിങ്ക് വി ക്യാൻ complete this topic and move to the next department. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് ദിവസമായി നമ്മൾ ഇരിക്കുന്നു. കാരണം ഇത് ഡിപ്പാർട്ട്മെന്റുകളാണ്. അത്ര എളുപ്പം ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും വെറുതെ അങ്ങോട്ട് വായിച്ച് അതിന്റെ മീനിങ് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഐ തിങ്ക് സോ. ബിക്കോസ് അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കിട്ടുന്നത്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ അറിയണ്ടേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്ന ആളുകള് ട്യൂബർക്കുലോസിസ്, TB
പണ്ടൊക്കെ ഇങ്ങനെ കുറെ ചുമച്ചിരുന്നിട്ട് ഇങ്ങനെ ബ്ലഡ് വരെയൊക്കെ വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. TB എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ പോരാ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നടക്കണേ, ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നും കൂടി അറിഞ്ഞിരിക്കണം. നമ്മളങ്ങനെ വെറുതെ അതിനകത്തുള്ളത് മാത്രം ഇങ്ങനെ വായിച്ച് സെന്റൻസ് വായിച്ച് അർത്ഥം പറയുന്നതിൽ അത്ര വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. You have to understand what is the department for and what all diseases are handled in that particular department. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? പ്ലാസ്റ്റിക് സർജറിയാണ്. സർജറീസ് പലതരത്തിലുണ്ട് അല്ലെ. ഒത്തിരി സർജറീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു അനസ്തേഷ്യോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ അവിടെ ഏതൊക്കെ ടൈപ്പിലുള്ള സർജറീസ് ആണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് എന്താ പറയാ അനസ്തീഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് ഒരു വേറെ രീതിയിലുള്ള ഒരു സർജറിയാണ്, പ്ലാസ്റ്റിക് സർജറിയാണ്. എന്താണത്? ഇത് ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, അത് മാത്രമല്ല ഏജ് കുറയ്ക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്, എല്ലാ തരത്തിലും ഉണ്ട്. ഇത് നമ്മുടെ സർജിക്കൽ റിപ്പയർമെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ ഓർ അനാട്ടമി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒത്തിരി കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത്തരം സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന ചില റിപ്പയർമെന്റുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അത് കൂടുതലും സർജറീസ് ആണ് ഇവിടെ നടക്കുക. സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യുന്നത് എല്ലാം സർജറി കൊണ്ട്, അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് കറക്റ്റ് ചെയ്യല്ല. നമ്മൾ സർജിക്കൽ കാര്യങ്ങളിലൂടെയാണ്, പ്രൊസീജിയേഴ്സിലൂടെയാണ് ഇത് കറക്റ്റ് ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും there are two sub specialities in plastic surgery. രണ്ട് രീതിയിലുള്ള പ്ലാസ്റ്റിക് സർജറികളാണ്, സബ് സ്പെഷ്യാലിറ്റീസ് ആണ് പ്ലാസ്റ്റിക് സർജറിയിലുള്ളത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും രണ്ടാമത്തേത് കോസ്മെറ്റിക് സർജറിയും. ഇപ്പൊ നേരത്തെ ആരോ ഉദാഹരണം പറഞ്ഞു, അത് വരുന്നത് കോസ്മെറ്റിക് സർജറിയിലാണ്. ഏജ് കുറച്ച് കാണിക്കുക എന്ന് ആരോ ഇവിടെ മെൻഷൻ ചെയ്തിരുന്നു. വെരി ഗുഡ്. അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ഒന്നാമത്തേത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. എന്താ റീകൺസ്ട്രക്റ്റീവ്? ചിലപ്പോഴൊക്കെ നമ്മൾ ജനിക്കുകയും നമ്മുടെ ബോഡിക്ക് ഒരു അനാട്ടമി ഉണ്ടല്ലോ, നമ്മുടെ ബോഡി സ്ട്രക്ചറിന് ഒരു പ്രത്യേക രീതിയിലുള്ള അനാട്ടമി എല്ലാവർക്കും. ഇനി അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ്, എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പൊ നമ്മളുടെ കഴുത്ത് ചെരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മുഖത്തില് എന്താ പറയുക ചുണ്ടൊക്കെ ചില ആളുകളുടെ തന്നെ യെസ് വന്ന് പറഞ്ഞു മുറിച്ചുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ ചിലർക്ക് ജന്മന അങ്ങനത്തെ ചില ഡിഫക്റ്റുകളുമായിട്ട് ജനിക്കാറുണ്ട്. Afterwards, we are all conscious about our appearance. അല്ലെ, നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരെയും പോലെ അപ്പിയർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോഴത്തെ ആളുകൾ, കുട്ടികളൊക്കെ തന്നെ അവർ കോൺഷ്യസ് ആണ്. അവരുടെ എന്താ പറയാ ബോഡി ഫിഗർ എല്ലാം തന്നെ, ഹെയർ, ഫിഗർ, ഫേസ് എല്ലാത്തിനെ കുറിച്ച് അവർക്ക് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്ന് കുട്ടികളായിരിക്കുമ്പോ തന്നെ അവർക്ക്, ഇപ്പൊ നമ്മളൊക്കെ ഏത് കാലത്തിലോ ഒരു പൊട്ടോടെ ഒരു ലിപ്സ്റ്റിക് ഇടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ കുട്ടികളെ ജനിച്ചൊന്ന് പതുക്കെ കാര്യം പിടിച്ച് നടക്കാൻ, ഒന്ന് എഴുന്നേറ്റ് എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാറാകുമ്പോ തുടങ്ങി ഇതൊക്കെ കാണിക്കാൻ തുടങ്ങി. കാരണം അവർ കണ്ടു വളരുന്നത് അത്തരം. ഈ ഫോണൊക്കെ തുറക്കുമ്പോ തുടങ്ങി ഇത് തന്നെയാ കാണിക്കണം. മേക്കപ്പിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഇതിന് കുട്ടികൾ കണ്ടു വളരണേ. അപ്പൊ അവരതിനായിപ്പോയി. കാരണം അവര് കണ്ടു വളർന്നു വരുന്ന ആ ഒരു സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അവരെല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില നമ്മളുടെ അപ്പിയറൻസിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത്തരം ഫങ്ഷണൽ ഡിഫക്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന, കറക്റ്റ് ചെയ്യുന്ന സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ്. ഓൾറെഡി ഉണ്ട് അവിടെ, അതിലൊരു റീകൺസ്ട്രക്ഷൻ നടത്തുക. അത് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. എന്താ റീകൺസ്ട്രക്ട് എന്ന് പറയാം? പുനർനിർമ്മിക്കുക എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഉണ്ട്, പക്ഷെ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. അതിനെയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയാം. അത് നമ്മുടെ അപ്പിയറൻസ് കൂട്ടാനുള്ളതല്ല. അത് അവിടെ ഉള്ളത് എന്തെങ്കിലും ഡിഫക്റ്റോടുകൂടി വന്നതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അടുത്തത് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. കോസ്മെറ്റിക് സർജറിയാണ്. ഇത് ടു എൻഹാൻസ് അവർ അപ്പിയറൻസ് ഓർ ബ്യൂട്ടി, നമ്മളുടെ സൗന്ദര്യത്തെ കുറച്ചും കൂടി അപ്പീലിംഗ് ആക്കാൻ, കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നടക്കുന്നത് കോസ്മെറ്റിക് സർജറീസ്. കൂടുതലും അത് ഭയങ്കര കാശുള്ളവരും അതുപോലെ തന്നെ സെലിബ്രിറ്റീസും ആക്ടേഴ്സ്, ആക്ട്രസസ് ഒക്കെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് അത് അവരുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമാണ്. നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കളിയാക്കിയിട്ടും കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ പ്രൊഫഷൻ നിലനിർത്തി ഒരു ഇത്ര പ്രായം വരെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇഫ് യു ആർ എനർജറ്റിക് ഓർ ഇഫ് യു ആർ സ്ട്രോങ് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയുമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ എനർജറ്റിക് ആണ് എങ്കിൽ നമുക്ക് ഇത്ര നാൾ വേണമെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജോലികൾ ചെയ്തൂടെ?
ഇല്ലേ? ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇപ്പൊ ഏതെങ്കിലും 58 വയസ്സ് വരെ നമുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പറ്റുള്ളൂ. അത് ആഫ്റ്റർവേർഡ്സ് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എനർജി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് ആരെങ്കിലും ജോലി തരാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് അല്ലെ? നമുക്ക് ചെയ്യുന്നതിന് വലിയ കുഴപ്പമുണ്ടോ? അത് നമ്മളെ തടസ്സം ചെയ്യില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവര് അത്രയും പ്രായമായിട്ട് ഇതെന്റെ ഒരു പ്രൊഫഷൻ ആയിരുന്നു. അപ്പോഴും നമ്മൾക്ക് വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് they can go for such surgeries. ഇത്തരം സർജറീസ് ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ അപ്പിയറൻസ് നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ. സ്ത്രീകളൊക്കെ ആണെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചു പ്രായം കഴിയുമ്പോൾ അവർ കല്യാണമൊക്കെ കഴിച്ചു, അവരുടെ ബോഡി സ്ട്രക്ചറിൽ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ സ്ട്രക്ചറൊക്കെ ഒന്ന് ഇച്ചിരി മാറും അല്ലെ? അപ്പൊ അതൊക്കെ റിഗെയിൻ ചെയ്യണം. പണ്ടത്തെ രീതിയിലേക്ക് നിലനിർത്തണമെങ്കിൽ അവർക്ക് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാകും. അതുകൊണ്ടാണ് ആ ഒരു കോസ്മെറ്റിക് സർജറി നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ പ്ലാസ്റ്റിക് സർജറി അതാണ് മെഡിസിൻ വിച്ച് ഫോക്കസ് ഓൺ സർജിക്കൽ റിപ്പയർമെന്റ് ഓഫ് ദ ഫങ്ഷണൽ പാർട്സ് ഓഫ് അവർ ബോഡി. ആൻഡ് ഇറ്റ് ഈസ് സബ്ഡിവൈഡഡ് ഇൻടു ടു. രണ്ട് രീതിയിലുള്ള പ്ലാസ്റ്റിക് സർജറീസ് ആണ്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, മറ്റൊന്ന് കോസ്മെറ്റിക് സർജറി. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? Is it clear? Okay, moving on to the next department. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അപ്പൊ നമ്മൾ ഇനി യൂറോ മീൻസ് നമുക്കറിയാം യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിനെ ബാധിക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ അണുബാധകളൊക്കെ ഇല്ലേ, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ. ഓക്കെ, നമ്മുടെ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അത്തരം ആ ഒരു സിസ്റ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങളും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. മെയിൽസിലും ഫീമെയിൽസിലും, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഉണ്ടാകും. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നമ്മൾ ഫീമെയിലിന് വേണ്ടി ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിരുന്നു അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ഉണ്ടാകുന്ന ആരെ പോയി കാണണം? ഗൈനക്കോളജി. വെരി ഗുഡ്. ഗൈനക്കോളജിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഗൈനക്കോളജി അത് പെണ്ണുങ്ങൾക്കുള്ള സ്ഥലമുള്ള. അപ്പൊ ആണുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അവർക്കുണ്ട്. മനുഷ്യന്മാരായി ജനിച്ച് നമുക്കെല്ലാം ഏതെങ്കിലുമൊക്കെ എല്ലാ അവയവങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാകും. ആരും എന്താ പറയാ കംപ്ലീറ്റ്ലി ഹെൽത്തി അല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ പണ്ടൊക്കെ ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അത്തരം ഹെൽത്ത് ഇഷ്യൂസ് കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. 100% പറയാം. പക്ഷെ ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ആർ നോട്ട് ഹെൽത്തി. ബിക്കോസ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളാണോ കഴിക്കുന്നത്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അല്ല, ഒത്തിരി കെമിക്കൽ ചേർന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കഴിക്കുന്ന ഫുഡുകളൊന്നും ബേൺ ചെയ്ത് കളയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നില്ല. ആ രണ്ട് കാരണം തന്നെ മതി എന്തിന് നമ്മൾ അൺഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ മെയിൽസിനും അതുപോലെ ഫീമെയിൽസിനും ഇത്തരം എല്ലാ പ്രോബ്ലംസും ഉണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഉള്ള ഡിസീസസ് ക്യൂർ ചെയ്യുന്നതും യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഏതാ? യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ യൂറോളജി എന്ന് വിളിക്കാം. അപ്പൊ ആ യൂറോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താ പറയാ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്സ്, അന്തസ്രാവി ഗ്രന്ഥികൾ കേട്ടോ, യുറേറ്റേഴ്സ്, അതായത് നമ്മളുടെ യൂറിൻ എന്താ പറയാ പാസ് ചെയ്യുന്ന ഒരു നാളി, മൂത്രനാളി എന്നാണ് പറയാ. യൂറിനറി ബ്ലാഡർ, അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, യൂറിനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആ ബ്ലാഡർ. പിന്നെ യുറേത്ര, അത് ആ ഒരു എന്താ പറയാ നമ്മുടെ മൂത്രം ഡിസ്ചാർജ് ചെയ്യുന്ന, യൂറിൻ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു ഡക്റ്റ്, ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ യുറേത്ര എന്ന് വിളിക്കാം. പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് പ്രത്യുൽപാദന അവയവങ്ങളിൽ ഉൾപ്പെടുന്ന ആ ഓർഗനുകൾ. ഇതെല്ലാമാണ് നമ്മുടെ ഈ യൂറോളജി എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഓർഗൻസ്. ഏതൊക്കെ ഓർഗൻസ് ആണ് യൂറോളജിയിൽ ഡൊമൈൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ അധീനതയിൽ വരുന്ന എന്താ പറയാ ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? കിഡ്നി ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, യുറേത്ര, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓർഗൻസ് ഫുള്ള്. ഇനി യൂറോളജി ഈ പറയുന്ന മെഡിക്കൽ കണ്ടീഷൻസിന് കൂടി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. മാത്രമല്ല ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡിങ് സർജിക്കൽ റിപ്പയർമെന്റ്, സർജിക്കൽ കണ്ടീഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. ബ്ലാഡറിന്, നമ്മുടെ യൂറിനറി ബ്ലാഡറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സർജറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ പ്രോസ്റ്റേറ്റ് ക്യാൻസർ.
പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് പുരുഷ പ്രത്യുൽപാദന അവയവങ്ങളിൽ പെടുന്ന ഒരു ഭാഗമാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനാണത്, ഒരു അവയവമാണ് നമ്മുടെ അകത്തുള്ള ഇന്റേണൽ ഒരു ഓർഗനാണ്. അതിനകത്ത് ചിലപ്പോഴൊക്കെ ക്യാൻസർ ഉണ്ടാകാം. അതിന്റെ ഫലമായിട്ടായിരിക്കാം അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ അത് ക്യൂർ ചെയ്ത് കൊടുക്കുന്നു. കിഡ്നി സ്റ്റോൺസ്, പിന്നെ കോൺജനിറ്റൽ ചിലതിലൊക്കെ വരുന്നുണ്ട്. അത് ബൈ ബർത്ത് കൊണ്ട് നമുക്ക് എന്താ പറയുക ഇത്തരം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ചില അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ നമ്മൾ സർജറിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. യൂറോളജി ആൻഡ് ആൻഡ്രോളജിയിലാണ്. ആൻഡ് ഓൾസോ ട്രോമാറ്റിക് ഇഞ്ചുറി. എന്താ ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ നമ്മള് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആഘാതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ്. അത് അവിടെ അങ്ങനെ കുറെ നമ്മൾ ചിലപ്പോൾ അന്നേരം ഒന്നും അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബാഹ്യമായ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടോ, അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, ഓക്കെ. പക്ഷെ ആ ഒരു ആക്സിഡന്റ്, ഒരു വയലൻസ്, ഒരു അക്രമത്തിൽ നിന്നോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻസിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ചില ഇഞ്ചുറീസ് അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പിന്നീട് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നമ്മളുടെ ഈ റിപ്രൊഡക്ഷന്റെ സമയത്തൊക്കെ അത് ആകാതെയൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ സർജറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അപ്പൊ മെയിൻലി ഇറ്റ് ഫോക്കസ് ഓൺ ദ മെഡിസിൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആൻഡ് ഇതിനകത്ത് വരുന്ന യൂറോളജിയിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, യുറേറ്റേഴ്സ്, യുറിനറി ബ്ലാഡർ, യുറേത്ര, പിന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം വിടും. ആൻഡ് ഇത് എന്തൊക്കെ സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്ലാഡറിൽ ഉണ്ടാകുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ, പിന്നെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സർജറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിഡ്നി സ്റ്റോൺസിനും അതുപോലെ തന്നെ അബ്നോർമാലിറ്റീസ്, കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, നമ്മുടെ ജന്മന തന്നെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ജന്മന തന്നെ ഉണ്ടെങ്കിൽ അതും മാറ്റിക്കൊടുക്കും സർജറിയിലൂടെ. ട്രോമാറ്റിക് ഇഞ്ചുറിയും എന്താ പറയാ സർജറിയിലൂടെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സൈക്യാട്രി തുടങ്ങിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐ തിങ്ക് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. അതിനകത്ത് OP ഡിപ്പാർട്ട്മെന്റിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന രോഗങ്ങൾക്ക് വ്യത്യസ്തതകളുണ്ട്. എല്ലാം ഒരുപോലെ ഇതെല്ലാം സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് കുറെ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഫിസിഷ്യൻസ് ഒന്നും അല്ല ഇതിനകത്ത്. ജനറൽ മെഡിസിൻ മാത്രമാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അവര് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല, സ്പെഷ്യലൈസ് ചെയ്തവരല്ല എന്നുള്ളത്. ബാക്കിയൊക്കെ എന്താ പറയാ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. ഓരോ കാര്യങ്ങൾ എടുത്തു പഠിച്ച്, ഓരോ ഓർഗൻസ് അല്ലെങ്കിൽ ഓരോ ഭാഗം എടുത്തു പഠിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് നേടിയവരായിരിക്കും ഈ ഒരു വിഭാഗങ്ങളൊക്കെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്രയുമാണ് നമ്മളുടെ OPD സർവീസസ്, OPD നൽകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ. നമുക്ക് ഇതിനകത്ത് ഈ യൂറോളജിയിൽ മാത്രം 1-2 കാര്യം എഴുതാനുണ്ട്. ഏതാണെന്ന് അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയില്ല, അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അത് അറിയാതെ ഇനി നിങ്ങൾ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. യൂറോളജി തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് നെക്സ്റ്റ് നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രം പറഞ്ഞേ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമതൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഏതാണ്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ എത്രയായിട്ട് തരംതിരിച്ചേ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആൻസർ ക്ലാസിഫിക്കേഷൻ ഓഫ് 2 ആണോ? 3 ആണ്. 3 ആണ്. വിചാരത്തെ ഏതൊക്കെയാണ്? 3 ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ദാറ്റ് ഈസ് ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. യെസ്. സെക്കൻഡ് വൺ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. യെസ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ അതിന് മുമ്പ് ഇതൊന്നും കൂടെ എഴുതി വെച്ചോ. യൂറോളജി എന്ന് ഹെഡിങ് എഴുതാം.
യൂറോളജി എന്ന് ഹെഡിങ് എഴുതാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനോ? യൂറോളജി എന്ന് എഴുതാം. എന്നിട്ട് യൂറിനറി ട്രാക്ട് സിസ്റ്റം എന്നൊന്ന് എഴുതാം. യൂറിനറി ട്രാക്ട് സിസ്റ്റം, യൂറിനറി ട്രാക്ട് സിസ്റ്റം ഒരു ഹൈഫനൊക്കെ എഴുതാം. യൂറിനറി ട്രാക്ട് സിസ്റ്റം ഒരു ഹൈഫനറ്റ് എഴുതാം. മൂത്രാശയ അണുബാധ, മൂത്രാശയ അണുബാധ മലയാളം വേർഡ് എഴുതിയാൽ മതി. കാരണം അത് ചിലപ്പോ അറിയില്ലാതെ വരുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാ. അറിയാവുന്നവർക്ക് എഴുതണമെന്ന് വലിയ നിർബന്ധമില്ല കേട്ടോ. അറിയില്ലാത്തവരും എഴുതി വെച്ചേക്കാം. യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ അണുബാധ. നെക്സ്റ്റ് വൺ അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ് അന്തസ്രാവി ഗ്രന്ഥി. നമ്മള് 10ാം ക്ലാസ് വരെയുള്ള സ്ഥലത്തൊക്കെ എവിടെയൊക്കെയോ അതൊക്കെ കേട്ടതാ. അഡ്രിനൽ ഗ്ലാൻഡ് ഒക്കെ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതിനകത്തും ഇതുപോലെ ഒരുപാട് ഗ്ലാൻഡുകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് അന്തസ്രാവി വ്യവസ്ഥ, സോറി അന്തസ്രാവി ഗ്രന്ഥി. യുറേറ്റേഴ്സ്, യുറേറ്റർ, യുറേറ്റേഴ്സ് എന്താണെന്ന് എഴുതാം. മൂത്രനാളി, യുറേറ്റർ മൂത്രനാളി. യുറേത്ര, യുറേത്ര ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ദ ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്, ദ ഡക്ട് ത്രൂ വിച്ച്, ഡക്ട് DUCT, ഡക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പണിങ്, പുറത്തേക്ക് ഇങ്ങനെ യൂറിൻ പുറത്തേക്ക് പോകുന്ന ആ സ്ഥലം, അതിനെയാണ് വിളിക്കുക. ദ ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്. അടുത്തത് എഴുതാനുള്ളത് പ്രോസ്റ്റേറ്റ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതൊന്ന് എഴുതിയേക്കാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. പ്രോസ്റ്റേറ്റ് ഈസ് an important gland, an important gland. Prostate is an important gland in male reproductive system, in male MALE, male reproductive system, male reproductive system. The cancer in this prostate is called prostate cancer. The cancer in this prostate is called prostate cancer. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? യെസ്, ഓക്കെ. ഒരാളെങ്കിൽ ഒരാള് മറുപടി പറയണേ. ആരെങ്കിലും എഴുതി കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ, you have finished, you have to just give me some reply. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ. സോ നമ്മൾ ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാണ്. ഇത്രയും വിശദമായിട്ട് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD വിഭാഗത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിച്ചു. ബട്ട് അത്രയും എക്സ്പ്ലനേഷന്റെ ആവശ്യം ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര നമുക്ക് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയൊന്നും അല്ല. ഇത് നമ്മൾ ഹോസ്പിറ്റലിന്റെ രോഗവുമായിട്ട് വരുന്ന പേഷ്യൻസിനെ അവരുടെ രോഗം എന്താ പറയാ ഭേദമായി ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നത് വരെ അവർക്ക് ഹോസ്പിറ്റലിന്റെ ഈ ട്രീറ്റ്മെന്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. രോഗമല്ല, അല്ലെങ്കിൽ ആ രോഗത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ട നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ രീതിയിലാണ് പഠിക്കേണ്ടത്. മറ്റേത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും ക്ലാസ്സുകൾ എടുത്ത് നമ്മൾ പറഞ്ഞതിന്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബിക്കോസ് അത് അങ്ങനെ പറയേണ്ട കാര്യങ്ങളായിരുന്നു. അതിന് കുറച്ച് എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇതിൽ നിന്നും വ്യതിചലിച്ചൊക്കെ പറയേണ്ടി വന്നു. അത് എന്താണ്, ചിലർക്ക് എന്താണെന്ന് അറിയാൻ പറ്റാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും അത്ര കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. വട്ട് എവർ ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ നോട്ട് ഹിയർ, പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് അത് തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ പറയും. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെക്സ്റ്റ് വൺ.
we have already seen that there should be some supportive departments in a hospital to support the medical department. Medical department നമ്മുടെ രോഗവുമായിട്ട് വരുന്നവർക്ക് OP, IP എന്ന് പറയുന്ന 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലിൽ കൂടിയേ തീരും. അത് വളരെ നെസസറി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഹോസ്പിറ്റൽസിൽ സാധാരണ കാണുന്ന സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഇവയൊക്കെയാണ്: ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, medical records, housekeeping, dietary service department, IT and communication, medical social service, physiotherapy, medical maintenance and engineering, purchase department or material management. ഇത്രയുമാണ് നമ്മുടെ ഹോസ്പിറ്റൽസിലെ സാധാരണഗതിയിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ലെറ്റ്സ് സീ ദ എക്സ്പ്ലനേഷൻസ്. എന്തൊക്കെയാണ് ഈ ഓരോന്നും എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും 4ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് സപ്പോർട്ടിങ്ങിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ബുക്ക് നോട്ടും വായിക്കുന്നവരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? ക്യാൻ യു സേ? ടൈപ്പ് ചെയ്താൽ മതി. കുറച്ച് പേര് തെറാപ്യൂട്ടിക്, ഷിയാസ് മാത്രം ഇവിടെ എല്ലാം പറയുന്നു എനിക്ക് തോന്നുന്നത്. കുറച്ച് പേര് ലിൻഷയുണ്ട്. ഓക്കെ. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് വൺ മോർ. ഡയഗ്നോസ്റ്റിക് കഴിഞ്ഞിട്ടുള്ള ഉത്തരം വന്നിട്ടില്ല. ഇൻഫോർമേറ്റീവ്. വെരി ഗുഡ്. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റലിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ 4 അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു. അത് അവർ കൊടുക്കുന്ന സർവീസസിന്റെ ബേസിസിലാണ് അങ്ങനെ ഒരു 4 ഹെഡിൽ ക്ലാസിഫൈ ചെയ്തത്. ഇതെല്ലാം കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ് ഒന്നാമത്തേത്. എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്? നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഓരോന്നും എന്താണെന്ന്. ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്താണ്? അതിന്റെ വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു എക്സ്പ്ലനേഷൻസ് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം കേട്ടോ, കഴിഞ്ഞിട്ട് എഴുതി തരാം. ക്ലിനിക്കൽ ലബോറട്ടറി ഇവിടെ നമ്മൾ ആദ്യമേ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ലാബാണ്. ഇവിടെ ലാബ് ടെസ്റ്റുകളാണ് നടത്തുക. നമ്മുടെ ശരീരത്തിലെ അകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്ത് എന്താ പറയാ ഡോക്ടേഴ്സിന് അവരുടെ രോഗം ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് അല്ലെ. ഇപ്പൊ ചില സമയത്ത് നമ്മൾ പനിയും ഒക്കെ അടിച്ചിരുന്നു, ഡോക്ടർ മരുന്നൊക്കെ തന്നുവിടും. അപ്പൊ 2 ദിവസമൊക്കെ മരുന്ന് കഴിച്ചിട്ട് വന്ന് വിവരം പറയാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ നമ്മള് ഇഫ് നെസസറി മിക്കവാറും മരുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകില്ല. അടുത്ത പ്രാവശ്യം അസുഖം വരുമ്പോഴേ പോകുള്ളൂ. അതേസമയം ചില കറക്റ്റ് ആയിട്ട് അത് പാലിക്കുന്നവരുണ്ട് കേട്ടോ, വന്ന് വിവരം പറയാനൊക്കെ പറയുമ്പോൾ ചെയ്യുന്നവരുണ്ട്. അതേസമയം നമ്മൾ രോഗം അത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പോകും അല്ലെ, നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പോകും. അപ്പൊ ഡോക്ടേഴ്സ് നോക്കും. അപ്പൊ ഈ പനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും കൊടുക്കുന്ന പോലത്തെ മരുന്ന് കൊടുത്തു, പക്ഷെ അത് മാറുന്നില്ല എങ്കിൽ ഇറ്റ് മേ ബി സിംറ്റംസ് ഓഫ് എനി അതർ ഡിസീസ്. അത് മറ്റേതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണം മാത്രമായിരിക്കാം ആ പനി മാറാതെ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യും? അവര് അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ ബ്ലഡ് എന്നോ അല്ലെങ്കിൽ യൂറിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തെടുത്ത് സാധാരണ ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നവരൊന്നും ആരുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പുറത്ത് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിന്റെ ബേസിസിലായിരിക്കും പിന്നീടുള്ള അവരുടെ ട്രീറ്റ്മെന്റ് അവർ കണ്ടിന്യൂ ചെയ്യാം. സോ ഇറ്റ് ഹെൽപ്സ് ദ ഫിസിഷ്യൻ ഓർ ദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ടു take or to give further treatment to the patients. ഈ ഒരു ലാബ് ടെസ്റ്റുകൾ നടത്തുന്നത് വഴി എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് എന്നവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു റിസൾട്ടിന്റെ. ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ സാധാരണ പെർഫോം ചെയ്യുന്ന ലാബ് ടെസ്റ്റുകൾ 6 മെയിൻ ഫീൽഡുകൾ കവർ ചെയ്യുന്നതാണ്. ഇതാണ് ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. 6 പ്രധാനപ്പെട്ട എന്താ പറയാ ലാബ് ടെസ്റ്റുകളാണെന്നുള്ളത്. പ്രധാനമായിട്ടും 6 ക്ലിനിക്കൽ ലാബിൽ നടക്കുന്ന ടെസ്റ്റുകളുടെ പേരുകളാണ്. പ്രധാനമായിട്ടും ഈ 6 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഓരോന്നും എന്താക്കിയാന്നുണ്ട്. ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ലിവിങ് ഓർഗാനിസംസ്, ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിനകത്തൊക്കെ പലതും കിടക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അപ്പൊ ആ ടെസ്റ്റ് ഉണ്ട്. ബാക്ടീരിയാസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റിലൂടെയാണ്, ബാക്ടീരിയോളജി ടെസ്റ്റിലൂടെയാണ് അവർക്കത് കണ്ടെത്താൻ സാധിക്കുക. ബയോകെമിസ്ട്രി ഉണ്ട്. അത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലിവിങ് ഓർഗാനിസംസ് എന്താണ് നമ്മളുടെ ശരീരത്തിനകത്ത് കിടന്ന് എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, അതാണ് ഇതെന്ന് വിളിക്കാം ബയോകെമിസ്ട്രി.
അതായത് എന്താ പറയാ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ചില കെമിക്കൽ പ്രോസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ലിവിങ് ഓർഗാനിസംസ്. അതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാകാം ആളുകൾക്ക്. അത് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. മൈക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളുടെ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അത് സെക്ഷനോ സ്റ്റെയിനിങ്ങോ ഒക്കെ ചെയ്ത് അതിൽ കൂടി മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി മനസ്സിലാക്കി കണ്ടുപിടിച്ച് രോഗം എന്താണെന്ന് നിർണ്ണയിക്കുന്ന ഒരു രീതിയാണ് ഹിസ്റ്റോളജി. സീറോളജി എന്ന് പറയുന്നത് ആന്റിബോഡി ടെസ്റ്റ് ആണ്. അതായത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രീവിയസ് വൈറൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടോ, അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ ഹൗ അവർ ബോഡി റെസിസ്റ്റ് അതിന് എങ്ങനെ പ്രതികരിച്ചു, ഇമ്മ്യൂണൈസ് ചെയ്തു നമ്മുടെ ശരീരം അതിനെങ്ങനെ പ്രതിരോധിച്ചു നിന്നു എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സീറോളജി. ആന്റിബോഡി ടെസ്റ്റ് ആണ് സീറോളജി എന്ന് പറയുന്നത്. പിന്നീട് ഹെമറ്റോളജി നമുക്കറിയാം, ബ്ലഡ് ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ഡിസീസസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഹെമറ്റോളജി ടെസ്റ്റ്. പിന്നെ വരുന്നത് സൈറ്റോളജിയാണ്. നമ്മുടെ സെല്ല് റിലേറ്റഡ് ആയിട്ടുള്ള സെൽസിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകും. സെല്ലുകളുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് സൈറ്റോളജി. അപ്പൊ 6 മെയിൻ ഫീൽഡ് ഓഫ് ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ലാബുകളിൽ പെർഫോം ചെയ്യപ്പെടുന്നത്. മറക്കേണ്ട പേരുകൾ ഓർത്തിരിക്കണം: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഇനി ഈ പറയുന്ന ടെസ്റ്റുകൾ നടത്തുന്നതോടൊപ്പം ഇത് അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഓർ ദ ഡോക്ടേഴ്സ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ പ്രിവെൻഷൻ ഓഫ് ദ പർട്ടിക്കുലർ ഡിസീസ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്, അതിന്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അവര് കൺഫേം ചെയ്യുന്നത് എന്ത് രോഗമാണെന്നും ആ രോഗത്തിന് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർ അറിയാം. നമ്മളും അതുപോലെ പല ടെസ്റ്റുകൾക്കും എക്സ്പീരിയൻസ് ചെയ്തവരായിരിക്കാം. നമുക്ക് ചില രോഗങ്ങൾ വന്നു, അത് മാറാതിരിക്കുമ്പോൾ ഡോക്ടർ എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ ഒരു അസുഖം ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ നമ്മുടെ ശരീരം ചില കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ പറയുമല്ലോ പനി വരുന്നത് ചില കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പനിയായിട്ട് പുറത്തേക്ക് വരുന്നതാണ് എന്ന് പറയും അല്ലെ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തു, ഇത് ടെസ്റ്റ് ചെയ്തു, ഡോക്ടേഴ്സ് പറഞ്ഞ സകലതും ടെസ്റ്റ് ചെയ്തു, പക്ഷെ നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നാണ് കണ്ടെത്താൻ സാധിച്ചത്. എന്നാണെങ്കിൽ അത് ചിലപ്പോ ആ രീതിയിലാകാം, അവർക്കേ മനസ്സിലാകുള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഓർത്തിരിക്കേണ്ടത് ഇതാണ്: ക്ലിനിക്കൽ ലബോറട്ടറീസിൽ ഹൗ മെനി ടെസ്റ്റ്, ഏത് രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെയാണ് നടത്തുന്നത്, എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ടു അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ്, അതായത് ഡോക്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ടു കൺഫേം ദ ഡിസീസ്, എന്ത് രോഗമാണ് എന്നും ട്രീറ്റ്മെന്റ് കൺഫേം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അടുത്തത് റേഡിയോളജിയാണ്. ഓക്കെ, റേഡിയോളജി. ഓക്കെ, അപ്പൊ എന്താണ് റേഡിയോളജി? പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു ടെസ്റ്റിംഗ് രീതി തന്നെയാണ്. ഇതും ഒരു രോഗം നിവാരണം ചെയ്തെടുക്കാനുള്ള ഒരു രീതിയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ബൈ യൂസിങ് എനി തിങ്സ് വിച്ച് ഇസ് ടേക്കൺ ഫ്രം അവർ ബോഡി ആൻഡ് മേക്കിംഗ് എനി ലാബ് ടെസ്റ്റ്. ഓക്കെ, ഇതൊന്നും ലാബ് ടെസ്റ്റുകൾ എടുത്ത് നടത്തിയിട്ട് ഉള്ള കാര്യങ്ങളല്ല ഇവിടെ ഡയഗ്നോസിങ് ചെയ്യുന്ന രീതി. ഇത് മറ്റൊരു ടെസ്റ്റിംഗ് രീതിയാണ്. അതെന്താ ഉപയോഗിക്കുന്നത്? പേഷ്യന്റിന്റെ ഡിസീസ് റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് ദേ യൂസ് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ് ആൻഡ് ഹൈ ആക്സിലറേറ്റഡ് വോൾട്ടേജ് റേസ്. അതായത് പല തരത്തിലുള്ള ഈ റേഡിയോഗ്രാഫി, റേഡിയോ ഐസോടോപ്സ് ഒക്കെ തന്നെയാണ്. റേസ് ആണ് ഉദ്ദേശിക്കുന്നത്. റേ മീൻസ് എന്താ? രശ്മികൾ. ഇതിങ്ങനെ ഭയങ്കര ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഉള്ള റേസ് നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിനാണ് അത് കൂടുതലും നോക്കുക. അതായത് നമ്മളുടെ ശരീരത്തിന്റെ അകത്ത്, ഇപ്പൊ ഹാർട്ട്, വയറിനകത്ത്, സ്റ്റൊമക്കിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഓർഗൻസ് ഉള്ള അവയവങ്ങളൊക്കെ ഇല്ലേ, ഇതിനൊക്കെ എന്തെങ്കിലും അപാകതകൾ, ഡിസീസസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു ഇമേജിങ്, അതായത് ഈ റേസ് ഇങ്ങനെ കടത്തിവിട്ട് അത് ഇമേജസ് ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കി ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന അവയവത്തില് അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് അസുഖമുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു രീതിയാണ്. ഒരു ഇമേജിങ് ടെസ്റ്റ് കൂടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഇമേജ് അവിടെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കണ്ടേ? അതിന് കീറി മുറിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ
കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കീറി മുറിച്ച് ഹാർട്ടൊക്കെ വലിയ ഹാർട്ട് ഓപ്പറേഷൻസ് ഒക്കെ പണ്ട് നടത്തിയിരുന്നു. ഇന്ന് അതൊന്നും വേണ്ട. ഇതെല്ലാം തന്നെ എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. അതായത് കുറഞ്ഞ്, അതായത് ഓപ്പറേഷൻസ് ഒക്കെ വലിയ വൈഡായിട്ടൊന്നും തുറന്നു മാറ്റി വെച്ച് എന്താ പറയാ ഏത് ഓർഗൻസിലാണ് എവിടെയാണ് അസുഖങ്ങൾ ബാധിച്ചേക്കുന്നതൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്തരം ടെക്നോളജി ഇൻക്രീസ് ചെയ്തപ്പോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തപ്പോ ഈ റേസ് ശരീരത്തിനകത്തോട്ട് കടത്തിവിടുന്നു. അപ്പൊ ആ റേസ് കടത്തിവിടുന്നത് എന്തിനാ? അതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ് ഒക്കെ അതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് പോകുന്നത്, അപ്പൊ ആ ക്യാമറയിൽ പതിയുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെയാണ്, നമ്മുടെ സ്ക്രീനിൽ, നമ്മുടെ എവിടെയാണ് നമ്മുടെ PC കമ്പ്യൂട്ടറിൽ അത് വന്ന് അതിനകത്ത് കൂടി കണ്ട് മനസ്സിലാക്കി അവർക്ക് ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ റേസ് ശരീരത്തിന്റെ അകത്തോട്ടാണ് കടത്തി വരുന്നത്. സോ അത് അത്രയും അങ്ങോട്ട് റേസ് കടത്തി വിടുന്നത് അത്രയും നല്ല കാര്യമല്ല എങ്കിലും, പക്ഷെ എന്താ പറയാ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ അവർക്കത് ഐഡന്റിഫൈ ചെയ്യാത്ത നിവർത്തിയില്ല. ആ രോഗം എന്താണെന്ന് അറിയണ്ടേ, എന്നാലും മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ രോഗി വന്നാൽ. ഓക്കെ, അതിന് പ്രധാനമായിട്ടും ദേ യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകൾ പലതും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സ്റേ മെഷീൻസ്, CT സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻസ്, എക്കോ കാർഡിയോഗ്രാം. അത് ഹാർട്ടിന്റെ പ്രോബ്ലംസ് കണ്ടെത്താനുള്ള ഒരു മെഷീനാണ് എക്കോ കാർഡിയോ. അപ്പൊ ഹാർട്ടിലേക്ക് ഇതുപോലെ റേസ് കടത്തി വിട്ടിട്ട് ഓർഗൻസ് എന്താ പറയാ ക്യാമറയിൽ അത് കാണുന്നത് അവര് PC-യിൽ പതിപ്പിച്ച് ഇമേജ് ചെയ്ത് കണ്ടുപിടിക്കും. ഹാർട്ടിന്റെ പ്രോബ്ലംസ് ആണ്. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ ഓൾസോ ഈസ് അനദർ എന്താ പറയാ ഒരു മൊഡാലിറ്റി ടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അധികം ഈ റേസ് ശരീരത്തിലേക്ക് അധികം കടത്തിവിടുന്നത് നല്ലതല്ല എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ. അതുകൂടാതെ ചിലര് എന്താ പറയാ ഇതിനെ IV ക്യാനുലൊക്കെ പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് കൂടി ഒക്കെ കയറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആണ്, ഇച്ചിരി പെയിൻഫുള്ളും ആണ്. ഈ റേസ് ശരീരത്തിലേക്ക് കടക്കുന്നതും അത്ര നല്ലതും അല്ല. ഇതൊക്കെ രണ്ടിനും സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ഇതൊരു ഈസിയസ്റ്റ് മെത്തേഡാണ് ഡോക്ടേഴ്സ് ഇന്ന് ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഇമേജിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഒരു എന്താ പറയാ ഇവിടെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റേസും ശരീരത്തിലേക്ക് അധികം കടത്തിവിടാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കളർ ഡോപ്ലറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം ഒരു ആധുനികമായിട്ടുള്ള ഒരു രീതിയും ഡോക്ടേഴ്സ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതും ടെസ്റ്റിംഗ് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് രീതി തന്നെയാണ്. പക്ഷെ അതൊരു ഇമേജിംഗ് ടെസ്റ്റിംഗ് രീതിയാണെന്ന് ഓർക്കുക. ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ആക്സലറേഷൻസും റേസും ഫ്ലോറോസ്കോപ്പി, റേഡിയോഗ്രാഫി. ഈ ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഈ ഇമേജിംഗ് ടെസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ റേസ് കടത്തി വിട്ടിട്ട് ആ ഇമേജസ് സ്ക്രീനിൽ പതിപ്പിക്കുന്നു. പക്ഷെ അതൊരു എന്താ പറയാ ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇമേജുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. സോ ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫിലിം. അതായത് നമ്മൾ ഒരു എക്സ്റേയുടെ ഒരു ഫിലിം കാണുന്ന ആ ഒരു വിഷനാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഉണ്ടാക്കി വരുന്നതാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ അത് മറ്റൊരു രീതിയാണ്. അതിലുപയോഗിക്കുന്ന മെഷീൻസിന്റെ പേരുകളും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. എക്സ്റേ, CT സ്കാൻ, MRI, എക്കോ കാർഡിയോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. കിട്ടിയോ? മനസ്സിലായോ? ക്ലിനിക്കൽ ലബോറട്ടറിയും അതുപോലെ തന്നെ റേഡിയോളജിയും. സോ ഒരു കാര്യം അത് 6 എഴുതി വെക്കണം. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ വരുന്ന 6 മെയിൻ ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റുകളുടെ കാര്യം. ഓക്കെ, റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ്. റേസ് ആണ്, റേ ഐസോട്ടോപ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ റേയുടെ പേരാണ്. അപ്പൊ അത്തരം ഐസോട്ടോപ്പുകൾ ശരീരത്തിലേക്ക് ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഇമേജസ് ആക്കി സ്ക്രീനിൽ പതിപ്പിച്ച്, കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ പതിപ്പിച്ച് രോഗം ഏത് ഭാഗത്താണ് കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, ആ 6 മെയിൻ ഫീൽഡുകളുടെ ഒരു ഷോർട്ട് ആയിട്ട് ഇങ്ങനെ എഴുതുക. ബാക്ടീരിയോളജി, ക്ലിനിക്കൽ ലബോറട്ടറി എന്നൊന്ന് എഴുതാം. ക്ലിനിക്കൽ ലബോറട്ടറി. ഈ എന്താ പറയാ ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എക്സ്റേസിന്റെ തന്നെ ഇല്ലേ ഒരു ഫിലിം പോലെ. അതായത് ഈ എക്സ്റേ ഇങ്ങനെ പതിപ്പിക്കുമ്പോൾ റേ കടത്തി വിടുമ്പോ ഇവിടെ ഇമേജ് തെളിയും. അത് പക്ഷെ സ്പീഡായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫിലിം പോലെ ഇങ്ങനെ പോകുന്ന എന്താ പറയാ സ്പീഡി മൂവ്മെന്റ്. അതിങ്ങനെ പെട്ടെന്ന് സ്ക്രീനിൽ കൂടി ഇങ്ങനെ നീങ്ങി പോകുന്നു. അപ്പൊ നമ്മളത് എന്തുപോലെ തോന്നുന്നു, ഒരു ഫിലിം കാണുന്ന പോലെ. പണ്ടൊക്കെ എങ്ങനെയാ സിനിമ നടത്തിയിരുന്നെന്നാണ് നമ്മൾ വിചാരിക്കണേ. ഇന്നത്തെ പോലത്തെ ഇന്നത്തെ ക്യാമറാസ് ഒക്കെ 360 ഡിഗ്രി തിരിയും. പണ്ടെങ്ങനെയാ ട്രൈപോഡ് പോലത്തെ സാധനം വെച്ചിട്ട് അത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ആ ഒരു എത്ര ഏരിയയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലാ ആ ഒരു വിഷൻ എവിടെ പതിയുള്ളൂ, ക്യാമറയിൽ പതിയുള്ളൂ അല്ലെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 360 ഡിഗ്രിയിലും ക്യാമറ തിരിയും.
അപ്പൊ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, ഓടുക, അതൊക്കെ വേണമെങ്കിൽ അവർക്ക് അതിനുള്ള ടെക്നോളജി ഇന്ന് വളർന്നു അല്ലെ. പണ്ട് ഇങ്ങനെയാണ് ഈ ഓരോ ഷോട്ടുകൾ ഇങ്ങനെ എടുത്ത് എന്താ പറയാ, ഫിലിമുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫിലിം പണ്ട് ആരും കണ്ടിട്ടില്ല നമ്മളുടെ സിനിമകളില്? അതന്നെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂവ്മെന്റുകൾ ഇങ്ങനെ ഈ എക്സ്റേ പതിപ്പിക്കുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു എന്താ പറയാ, എക്സ്റേ മൂവി കാണുന്ന ഒരു വിഷനാണ് നമുക്ക് കിട്ടുക. പണ്ടൊക്കെ സിനിമ ഉണ്ടോ, റീൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പോണ സിനിമകള്, കറങ്ങി കൂടി പുകയൊക്കെ വന്നിട്ട് പുക കൊന്ന പോലെയാണ് ഇരിക്കുക. ലൈറ്റ് ആക്കി പറഞ്ഞ ഈ റേ ആണ് വന്ന് ആ സ്ക്രീനിലേക്ക് പതിക്കുന്നത്. അങ്ങനത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ അത് ഒരു ഫിലിം പോലെ തോന്നുന്ന രീതിയിൽ റേസ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, എഴുതാട്ടെ. ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് എഴുതാം. ബാക്ടീരിയോളജി ഫസ്റ്റ് വൺ. ബാക്ടീരിയോളജി ടെസ്റ്റ് റിലേറ്റിംഗ് ടു ബാക്ടീരിയ എന്ന് എഴുതാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് ടെസ്റ്റ് റിലേറ്റിംഗ് ടു ബാക്ടീരിയാസ്. ടെസ്റ്റ് റിലേറ്റിംഗ് ടു ബാക്ടീരിയ പെട്ടെന്ന് എഴുതണം. Test relating to bacteria. Second one, biochemistry. 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 Hyphenated data. Chemical process related to living organisms. Chemical process relating to living organisms. Chemical process related to living organisms. Next one, histology. Third one, histology. Histology. Microscopic study of tissues. Microscopic study of tissues. പല കലകളൊക്കെ എടുത്തു വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കി മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങൾ എന്താണെന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പഠനം. അതാണ് ഹിസ്റ്റോളജി. നെക്സ്റ്റ് വൺ, സീറോളജി. സീറോളജി എഴുതാൻ പറ്റുന്നില്ലേ? ഹലോ, എഴുതാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. Next one, serology. Edam antibody test. Antibody test to ascertain ASCERTAIN, to ascertain a previous viral infection. Viral infection, 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 and bodies, BODY apostrophe S, body ude എന്നറിയാൻ വേണ്ടിയിട്ടാണ്. Bodies immune response towards it. Bodies immune response, എങ്ങനെ അതിനെ ഇമ്മ്യൂൺ ചെയ്യുന്നു അതിനോട്, ആ ഒരു വൈറൽ ഇൻഫെക്ഷനോട് എന്ന് കണ്ടുപിടിക്കാനുള്ള ആന്റിബോഡി ടെസ്റ്റിനെയാണ് നമ്മൾ സീറോളജി എന്ന് വിളിക്കുക. ഇമ്മ്യൂൺ റെസ്പോൺസ് ടുവേർഡ്സ് ഇറ്റ്. ടുവേർഡ്സ് ഇറ്റ്. ഹെമറ്റോളജി പറയുന്നില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അടുത്തത് സൈറ്റോളജിയാണ്. സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ്. സ്റ്റഡി ഓഫ് cells, 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 its structure, അതിന്റെ ഘടന, functions, etc. സെല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ്, etc. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏതാ? റേഡിയോളജി. റേഡിയോളജിയിൽ വരുന്ന വേർഡ് ഏതാ? ആദ്യത്തേത് ഫ്ലൂറോസ്കോപ്പി ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഫ്ലൂറോസ്കോപ്പി.
എന്താണെന്നൊന്ന് എഴുതി വെച്ചേക്ക്. ഫ്ലൂറോസ്കോപ്പി, സ്പെല്ലിംഗ് തെറ്റിക്കരുത്. അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിൽ നോക്കി എഴുതാം. ഫ്ലൂറോസ്കോപ്പി, FLUO, ഒരു O ഉണ്ട് അതിന്റെ അവിടെ, ROSCOPY, ഫ്ലൂറോസ്കോപ്പി. ഹൈഫ്രേറ്റഡ് എഴുതാം. മെഡിക്കൽ ഇമേജിംഗ്, that shows a continuous X-ray image. X ഒരു hyphenated ray എഴുതണം. X-ray image on a monitor, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ, like an X-ray movie. Like an X-ray movie പോലെ കാണിക്കുക. അടുത്തത് എക്കോ കാർഡിയോഗ്രാം എന്താണെന്ന് എഴുതിയേക്കാം. എക്കോ കാർഡിയോഗ്രാം ഹൈഫ്രേറ്റഡ് എഴുതാം. അൾട്രാസൗണ്ട് യൂസ്ഡ് ടു examine the heart. ഹാർട്ട് എക്സാമിൻ ചെയ്യാനുള്ള ഒരു അൾട്രാസൗണ്ട് പ്രൊസീജിയർ ആണ് എക്കോകാർഡിയോഗ്രാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, അതുകൂടി ഞങ്ങൾ വേഗം എഴുതിക്കോ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. പറയാം, ആരെങ്കിലും എഴുതുമ്പോ എഴുതിയേക്കാം. എന്നിട്ട് കിട്ടാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈസി ടെക്നോളജി യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ്. which helps them to see what is going on inside the body, without X-rays and injections. Without what is going on inside the body without X-rays and injections. X-rayയും ഇഞ്ചക്ഷൻസും ഇല്ലാതെ എന്തൊക്കെയാണ് ശരീരത്തിനുള്ളിൽ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്, ഒരു ഈസി വേ ഓഫ് ഡയഗ്നോസിങ് രീതിയാണ്.